നമസ്കാരം. മൂവി ബ്രാഞ്ചിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നടൻ സലീം കുമാറിന്റെ വിയോഗം അത് നമ്മൾ ഓരോ മലയാളികൾക്കും അത് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്. കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്രയും വലിയ തമാശകളിലൂടെ ജീവിച്ചു പോയൊരു മനുഷ്യൻ, മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ വേദനകൾ ഇങ്ങനെ വലിയ രീതിയിൽ ഓരോരുത്തരും ഓർത്തെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ അനന്തര ചടങ്ങുകൾ, ആ ഒരു വേദിയിലുണ്ടായ ആളുകളെയൊക്കെ. ഇപ്പോഴിതാ ഈ മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞ ആ ഹൃദയഭേദകമായിട്ടുള്ള ചങ്കുലയ്ക്കുന്ന ആ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിൽ ആദ്യം തന്നെ പറയുന്നത് തൻ്റെ മകനെ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറയുന്നതാകട്ടെ തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ദിലീപിനോടും. എടാ ദിലീപ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മകൻ ചന്തുവിനെ നീ രക്ഷപ്പെടുത്തണേ എന്നുള്ള ഒരൊറ്റ വാക്ക്. ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ പലപ്പോഴും പലരെയും സിനിമയിലേക്ക് കൊണ്ടുവരികയും രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടും തൻ്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ട് തന്നെ തൻ്റെ മകനെ കൈവിടില്ല എന്നുള്ള ഉറപ്പ് അയാൾക്കുള്ളത് കൊണ്ടുമാണ് ഇത്തരമൊരു ആവശ്യം ദിലീപിനോട് തന്നെ അയാൾ അല്ലെങ്കിൽ സലീം കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ദിലീപ്, നാദിർ ഷാ എന്നിവരുമായിട്ടുള്ള 28 വർഷങ്ങൾക്ക് മുൻപുള്ള ബന്ധം അതിപ്പോൾ വളരെയധികം വലിയ രീതിയിൽ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. 28 വർഷങ്ങൾക്ക് മുമ്പ് ഓഡിയോ കാസറ്റുകളിലൂടെ തുടങ്ങിയ ദീർഘകാലത്തെ സൗഹൃദമാണ് ദിലീപും നാദിർ ഷയും സലീം കുമാറും ഒക്കെ തമ്മിൽ. അവർ ഒന്നിച്ചെത്തുന്ന പുതിയ സിനിമകളുടെ പ്രഖ്യാപന വേളകളിലും അദ്ദേഹം സന്തോഷത്തോടെ എത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഹാസ്യത്തിന്റെ തമ്പുരാനായി വന്ന് പ്രേക്ഷകരെ കരയിപ്പിച്ചു കടന്നുപോയ സലീം കുമാറിന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് നികത്താനാകാത്ത വലിയൊരു നഷ്ടം തന്നെയാണ്. ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും അടുത്ത ആരെങ്കിലും മരണപ്പെട്ടാൽ ദിലീപ് വരുന്ന ഒരു സാഹചര്യം അതും ഇപ്പോൾ വളരെയധികം ചർച്ചയാകുന്നുണ്ട്. അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ഈ സിനിമാ മേഖലയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ആ വേദിയിൽ അവിടെ ഉണ്ടാകും. എത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അവിടെയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവിടെയുള്ള അവർക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കൾക്ക് അവർക്ക് ഒരാശ്വാസമായിട്ട് ദിലീപിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. സലീം കുമാറിന്റെ വിഷയത്തിലും സമാന രീതിയിലായിരുന്നു കാര്യങ്ങൾ. മാധ്യമപ്രവർത്തകരും അവിടെയുള്ള സഹപ്രവർത്തകരും ഒക്കെ പിരിഞ്ഞു പോകുമ്പോഴും ചന്തുവിനും ചന്തുവിന്റെ ബന്ധുക്കൾക്കും താങ്ങായിട്ട് അല്ലെങ്കിൽ ചന്തുവിനും ഇളയ മകനും ഒരാശ്വാസമായിട്ട് ദിലീപ് ആ വേദിയിലുണ്ടായിരുന്നു. അച്ഛൻ കൈപിടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ തൻ്റെ മക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ എന്ന തരത്തിലാണ് ഇതോടുകൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം ദിലീപ് ഈ സലീം കുമാറിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അതും ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട്. കാരണം അത്രമാത്രം ഹൃദയഭേദകമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നാട്ടുകാരുടെ ഇടിയും പോലീസിന്റെ ഇടിയും ഒക്കെ ഒരുമിച്ച് കിട്ടുമെന്ന ഘട്ടത്തിലായിരുന്നു താനും സലീമും ആദ്യമായി സ്റ്റേജിൽ ഒന്നിക്കുന്നതെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തുടങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തളിക്കുളത്ത് അബിയുടെ ട്രൂപ്പിന്റെ പരിപാടി നടക്കുന്ന സമയം, ഞാൻ മാനത്തെ കൊട്ടാരത്തെയും ഒക്കെ ചെയ്ത സമയത്ത് സിനിമയിൽ സജീവമാകാൻ മോഹിച്ച് അബിയുടെ ട്രൂപ്പ് വിട്ട സമയമായിരുന്നു അത്. ആ സമയത്ത് സലീമും ഈ ട്രൂപ്പിലെത്തി. തളിക്കുളത്ത് പരിപാടി കാണാനാണ് ഞാനും നാദിർ ഷയും അങ്ങോട്ട് പോയത്. എന്നാൽ ട്രൂപ്പിൽ വണ്ടി എത്തിയിട്ടും ഏതാനും പേർ എത്താത്തതിനാൽ പരിപാടി തുടങ്ങിയില്ല. ജനം രോഷാകുലരായി. സ്ഥലം വിടാനൊരുങ്ങിയ ഞങ്ങളെ തടഞ്ഞു വച്ചു. പരിപാടി ചെയ്തിട്ട് പോയാൽ മതിയെന്ന് നാട്ടുകാർ പറഞ്ഞു. അങ്ങനെ കത്തിമുനയിൽ സ്റ്റേജിൽ കയറിയപ്പോഴാണ് സലീം കുമാറിനെ ആദ്യമായി കാണുന്നത്. ആ പരിപാടി ഗംഭീരമായി വിജയമായി. അതൊരു തുടക്കമായിരുന്നു. ഞങ്ങളുടെ കോംബോയ്ക്ക് സ്റ്റേജിലും സിനിമയിലും വലിയ ജനപ്രീതി ലഭിച്ചു. സലീം കുമാറിന്റെ പ്രത്യേകത അവൻ സ്ട്രെയിറ്റ് ആണ് എന്നുള്ളതാണ്. ആരെയും സുഖിപ്പിക്കാൻ ഒന്നും തന്നെ പറയാത്തൊരു മനുഷ്യൻ. ന്യായമായ കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. നീ എന്താണ് നിന്നെ സ്നേഹിക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അവൻ കുറച്ചുകൂടെ അവനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പ്രിയ സുഹൃത്തിന്റെ വിയോഗം ഇത്ര പെട്ടെന്നാകില്ലായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത്. എല്ലാം ബോണസാണ് ഈ ജീവിതവും എന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. ചെന്നൈയിൽ നിന്ന് വന്നപ്പോഴേ കാവ്യ പറഞ്ഞതാണ് തന്നോട്, നമുക്കൊന്ന് സലീമേട്ടനെ പോയി കാണണമെന്ന്. പാലക്കാട് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകേണ്ടി വന്നതിനാൽ സലീമിന്റെ അടുത്തേക്ക് പോകുന്നത് പിറ്റന്നത്തേക്ക് മാറ്റി. അന്ന് രാവിലെ അവൻ ആശുപത്രിയിലായി. പിന്നീട് ഒരിക്കലും സംസാരിക്കാനാകാതെ ICUവിലും. നമ്മുടെ കാത്തിരിപ്പുകൾക്കെല്ലാം
വിരാമമിട്ടുകൊണ്ട് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം. അതേസമയം ദിലീപ് സലീം കുമാർ കോംബോ അത് വളരെയധികം ചർച്ചയാകുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ. കാരണം ആ മരണ വീട്ടിൽ ദിലീപ് കാണിച്ചു കൂട്ടുന്നത് ഒരു നാടകമാണ് എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പലരും പറയുമ്പോഴും നമ്മൾ മലയാളി പ്രേക്ഷകർ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം മനസ്സിലാക്കണമെങ്കിൽ അവർ അഭിനയിച്ച പല സിനിമകളുടെയും സീനുകൾ എടുത്തു നോക്കിയാൽ മതി. അത്രമാത്രം ഏറ്റവും അടുത്തു നിൽക്കുന്ന ചില കോംബോകളാണ് ദിലീപും സലീം കുമാറുമായിട്ടുള്ളത്. അത്തരം ചില കോംബോകളിലേക്ക് പോകുമ്പോൾ ആഘോഷമായി മാറിയ പല വിജയ ചിത്രങ്ങളിലും ഏതെങ്കിലും ഒരു കലാകാരന്റെ അല്ലെങ്കിൽ കലാകാരികളുടെ മേന്മ കൊണ്ട് വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ടീം വർക്കിന്റെ നേട്ടം എന്ന് പറയേണ്ടി വരും. അത്തരമൊരു ടീം വർക്കായിരുന്നു ഈ സലീം കുമാറും ദിലീപും തമ്മിലുള്ളത്. മലയാളികൾക്ക് ദിലീപ് സലീം കുമാർ ജോഡി സമ്മാനിച്ച നർമ്മ മുഹൂർത്തങ്ങൾ അത് വളരെ വേറിട്ടത് തന്നെയാണ്. രാമൻകുട്ടിയും പ്യാരിയും മാധവനും അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയും ശത്രുഘ്നനും മുത്തുരാമനും ഉണ്ണിയും അളിയനും എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ നിരവധി കോംബോകളാണ് ദിലീപും സലീം കുമാറുമായിട്ട് ഉള്ളത്. KD കമ്പനി മുതലാളിമാരുടെ പെങ്ങൾ ദേവൂട്ടിയെ പ്രണയിച്ചു വിവാഹം ചെയ്യുന്ന ജീവിത ലക്ഷ്യവുമായി അവരുടെ സ്ഥാപനത്തിൽ ജോലിയെടുക്കാൻ എത്തുന്ന ശത്രുഘ്നൻ എന്ന ദിലീപ് കഥാപാത്രം, അവിടെ വച്ച് പരിചയപ്പെടുന്ന മറ്റൊരു തൊഴിലാളിയായിട്ടുള്ള മുത്തുരാമൻ എന്ന സലീം കുമാർ, വന്നു കയറുമ്പോഴേ കണ്ണപ്പൻ ദാസപ്പൻ മുതലാളിമാരുടെ കയ്യിൽ നിന്നും അടിയും തൊഴിയും പിടിച്ചു വാങ്ങുന്ന നിമിഷം മുതൽ അയാളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന കഥാപാത്രമാണ് അത്. നീളമുള്ള പേര് ചെറുതാക്കി ശത്രു എന്ന് പറയാനുള്ള ദിലീപിനോട് ശത്രുഘ്നന്റെ ജ്ഞാനം പറയാൻ മറക്കണ്ട, അല്ലെങ്കിൽ വിഘ്നം സംഭവിക്കും എന്ന സലീം കുമാറിന്റെ പ്രശസ്ത ഡയലോഗ് ഇന്നും മലയാളികൾക്ക് ഉള്ളിലുണ്ട്. തുടർന്നും നിറയെ നർമ്മ മുഹൂർത്തങ്ങൾ അവർ സമ്മാനിച്ചിട്ടുണ്ട്. പെങ്ങളെ കെട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ എന്നുള്ള തിളക്കത്തിലെ ആ ഡയലോഗ് വളരെ സുപ്രധാനപ്പെട്ട ഒന്നാണ്. കുട്ടിക്കാലത്ത് നാട്ടിലെ പൂരത്തിന് കാണാതെ പോയ ഉണ്ണി എന്ന മകനെ തിരിച്ചു കൊണ്ടുവന്ന കുടുംബം. മടങ്ങി വരുന്ന ഉണ്ണിയുടെ മനസ്സ് ശരീരത്തിനൊത്ത് വളർന്നിരുന്നില്ല. മുണ്ടുടുത്ത ആൾക്കാരുടെ മുണ്ട് പറിച്ചെടുക്കുന്ന ശീലമായിരുന്നു ദിലീപ് എന്ന കഥാപാത്രമായിട്ടുള്ള ഉണ്ണിക്കുണ്ടായിരുന്നത്, ഉണ്ണി എന്ന കഥാപാത്രത്തിനുള്ളത്. ഇക്കാര്യം അറിയാതെ അളിയനെ ആദ്യമായി കണ്ട നിമിഷം ഒന്ന് ചുറ്റിയടിക്കാൻ ഇറങ്ങുന്ന സഹോദരി ഭർത്താവായിട്ടുള്ള ഓമനക്കുട്ടൻ എന്ന സലീം കുമാർ, മുണ്ടുപൊടുത്ത് അളിയന്റെ തോളത്ത് കൈയിട്ട് പെങ്ങളെ കെട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ എന്ന് പാടി നടക്കുന്ന ആ ഒരു പോക്ക് ഇന്ന് മലയാളികൾക്കുള്ളിൽ ഏറ്റവും വലിയ സുപരിചിതമായിട്ടുള്ള ഒരു സീൻ തന്നെയാണ്. ഇനി വരുന്നത് സവാള ഗിരിഗിരിഗിരി എന്നുള്ള ആ കല്യാണരാമൻ ഡയലോഗ്. ജ്യേഷ്ഠനൊപ്പം സദ്യവട്ടം ഒരുക്കി കല്യാണ വീടുകൾ തോറും കയറിയിറങ്ങുന്ന രാമൻകുട്ടിയുടെ സംഘത്തിലെ പ്യാരി, പെണ്ണിനെ കണ്ടാൽ ട്യൂൺ ചെയ്യാൻ ഇറങ്ങുന്ന അറിയാവുന്ന ഇംഗ്ലീഷ് മണ്ടത്തരമെങ്കിൽ പോലും മടിയില്ലാതെ വിളിച്ചു പറയുന്ന വെൽക്കം മെൽക്കവ് ആക്കിയ പ്യാരിയെ മറക്കാൻ പറ്റുമോ മലയാളികൾക്ക്? തമാശയുടെ ഉസ്താദുമാരായിട്ടുള്ള ഇന്നസെന്റും സലീം കുമാറും കൂടിയ കോമ്പിനേഷൻ രംഗങ്ങളിൽ ഇവരുടെ ഡയലോഗ് കേട്ട് ചിരിക്കാത്ത ഒരു ഷോട്ട് എടുക്കാൻ നായകൻ ദിലീപും നായിക നവ്യയും ഉൾപ്പെടെയുള്ള സഹതാരങ്ങൾക്ക് പറ്റിയിരുന്നില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് ലുക്കില്ലെന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയാ എന്നുള്ള മീശമാധവൻ എന്ന സിനിമയിലെ ഡയലോഗാണ്. ചേക്കിന്റെ സ്വന്തം കള്ളനായ മാധവൻ നായർ എന്ന മീശമാധവന് വക്കാലത്തുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന അയാൾ പോലും അറിയാത്ത ഒരു വക്കീൽ. SI ഈപ്പച്ചൻ പാപ്പിയുടെ കൊട്ടേഷനിൽ ഇടികൊണ്ട് വശം കെട്ട മാധവനെ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ അയാൾ സ്വയം പരിചയപ്പെടുത്തുന്ന നിമിഷം പോലും മലയാളികളെ ചിടിപറുത്തി. ഒരു വക്കീലിന് വേണ്ട ലുക്കില്ല എന്ന് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി സ്വയം വിശേഷിപ്പിക്കുന്ന രീതി പൊട്ടിച്ചിരിയുടെ തുടക്കം മാത്രമായിരുന്നു. വളരെ കുറച്ച് രംഗങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതെല്ലാം തന്നെ നർമ്മം നിറഞ്ഞതായിരുന്നു. ഇനി മറ്റൊരു ഡയലോഗ് എന്ന് പറയുന്നത് ചെസ് എന്ന സിനിമയിലെ സത്യം പരമാർത്ഥം എന്ന് പറയുന്ന ആ ഒരു ഡയലോഗാണ്. അന്ധത അഭിനയിക്കുന്ന ദിലീപ് കഥാപാത്രം വിജയ് കൃഷ്ണൻ വാടകയ്ക്ക് താമസിക്കാൻ എത്തുന്ന വീടിന്റെ കെയർ ടേക്കറായ ഉണ്ണികൃഷ്ണൻ. പുതിയ താമസക്കാരനെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയില്ല എന്നറിയുമ്പോൾ അയാളുടെ മുന്നിൽ എന്തുമാകാം എന്ന് കരുതി ഉണ്ണികൃഷ്ണൻ കാട്ടിക്കുട്ടുന്ന കോപ്രായങ്ങൾ, ഇവർ ഒന്നിച്ചുള്ള രംഗങ്ങളിൽ നർമ്മം നിറയുന്ന ചുമതല അത് സലീം കുമാർ അത്രമാത്രം ഭംഗിയാക്കിയിരുന്നു. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല ദിലീപ് സലീം കുമാർ കോംബോ ജോഡികൾ. അത്രമാത്രം അവിസ്മരണീയമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുടെ പട്ടിക ഇനിയുമുണ്ട്. പല ചിത്രങ്ങളിലും ഹരിശ്രീ അശോകൻ, കൊച്ചിൻ അനീഫ, ഇന്നസെന്റ് പോലുള്ള താരങ്ങൾ കൂടി ഇവർക്കൊപ്പം ചേർന്നിരുന്നു എന്നതുകൊണ്ട് തന്നെ സൂത്രധാരൻ, CID മൂസ, കുഞ്ഞിക്കൂനൻ, ഈ പറക്കം തളിക, ക്രേസി ഗോപാലൻ,
കാര്യസ്ഥൻ, ഗ്രാമഫോൺ, സ്വലേ തുടങ്ങിയിട്ടുള്ള നിരവധി സിനിമകൾ അത് അത്രമാത്രം ചിരി പടർത്തിയ ഒന്നായി മാറി. തമാശയുടെ വഴിത്താരയിൽ നിന്നും ദിലീപും സലീം കുമാറും അഭിനയത്തിന്റെ മറുസാധ്യതകൾ തേടിയപ്പോൾ മലയാളികൾക്ക് ഗൃഹാതുരത സമ്മാനിച്ചൊരു കാലഘട്ടം ബാക്കി വെച്ചായിരുന്നു ആ യാത്ര എന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മലയാളികളെ ഒരേ സമയം പൊട്ടിച്ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സമാനതകളില്ലാത്ത അഭിനയ പ്രതിഭ സലീം കുമാർ ഇന്ന് മലയാളികളോട് വിട പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. വാർദ്ധക്യ സഹജമായിട്ടുള്ള അവശതകളെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ശാരീരിക അസ്വസ്ഥതകൾ കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ ആരോഗ്യനില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നുവെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല. അസുഖബാധിതനായിരുന്നപ്പോഴും തന്റെ പരിമിതികളെ വകവയ്ക്കാതെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും സിനിമാ രംഗങ്ങളിലും ബന്ധപ്പെട്ട പൊതുപരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നു സലീം കുമാർ. മിമിക്രി വേദികളിൽ നിന്നും ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്ന സലീം കുമാർ തന്റെ സവിശേഷമായിട്ടുള്ള ശരീര ഭാഷ കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ ഒരാളാണ്. ഹാസ്യ നടൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ സ്വന്തമായൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തൊരു മനുഷ്യൻ. എന്നാൽ കേവലം ഹാസ്യങ്ങളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹം എന്നൊരു പ്രതിഭ. സലീം കുമാർ സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദമിന്റെ മകൻ എന്ന അബു എന്ന ചിത്രത്തിന്റെ വൃദ്ധനായിട്ടുള്ള അത്തർ വിൽപ്പനക്കാരന്റെ വേഷം അദ്ദേഹത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമാണ് നേടിക്കൊടുത്തത്. ഏറ്റവും വലിയ നായികക്കല്ലായി അദ്ദേഹത്തിന് മാറിയതും ആ സിനിമ തന്നെ. അഭിനയത്തിന് പുറമെ ചലച്ചിത്ര സംവിധാനം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച ഒരു മേഖലയാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന് 2016 മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതും കമ്പാർട്ട്മെന്റ്, ദൈവമേ കഴുതരാം, കേൾക്കുമാറാകണം എന്നിവയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റു ചിത്രങ്ങൾ. സിനിമയ്ക്ക് പുറമെ ഈശ്വര വഴക്കില്ലല്ലോ എന്ന പേരിൽ തന്റെ കഥാപരമായിട്ടുള്ള കുറിപ്പുകളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. അത്തരത്തിൽ മലയാളികൾക്ക് നഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് സലീം കുമാർ.